വയസ്സിൽ വീഴ്ചയിലുണ്ടായ ഗുരുതര പരിക്ക് മൂലം വലതുകാലിൽ ഇടുപ്പലിന് ക്ഷതം സംഭവിച്ച തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിലെ വീട്ടമ്മയ്ക്ക് തന്റെ 63-ാം വയസ്സിൽ വർഷങ്ങൾ നീണ്ട ദുരിത ജീവിതത്തിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു പുനർജന്മം. വീട്ടുജോലികൾ ചെയ്ത് കുടുംബം പോറ്റുന്ന ആറ്റിങ്ങൽക്കാരിയായ ഗിരിജയാണ് കണ്ണൂർ ഗവൺമെന്റ് കോളേജ് പരിയാരത്തെ അസ്ഥിരോഗ വിഭാഗം ഡോക്ടർമാരുടെ വിദഗ്ധ ചികിത്സ കൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് നടന്നു കയറിയത്. അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ സുനിൽ, ഡോക്ടർ റിയാസ്, ഡോക്ടർ അൻസാരി, അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ അജിത്തിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ, മറ്റ് ഓപ്പറേഷൻ തിയേറ്റർ ജീവനക്കാർ എന്നിവരടങ്ങുന്ന ഒരു മെഡിക്കൽ ടീം ഈ മാസം 5-നാണ് ഗിരിജയുടെ വലതുകാലിൽ ഇടുപ്പല് പൂർണ്ണമായും മാറ്റിവെച്ചുകൊണ്ടുള്ള ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ് ശസ്ത്രക്രിയ നടത്തിയത്. ഫെബ്രുവരി മാസം 28-നാണ് സ്വദേശമായ ആറ്റിങ്ങലിൽ നിന്ന് വന്ന രോഗിയെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തത്. ചെറുപ്പത്തിൽ സംഭവിച്ച വീഴ്ചയുടെ ആഘാതത്താൽ വലതുകാലിൽ ഇടുപ്പലിന് ക്ഷതം വന്ന് ദ്രവിച്ച് തിരിഞ്ഞുപോയ നിലയിലായിരുന്നു രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആവശ്യമായ മറ്റു പരിശോധനകൾക്ക് ശേഷം മാർച്ച് 5-ന് സങ്കീർണമായ ശസ്ത്രക്രിയയ്ക്ക് രോഗിയെ വിധേയാക്കി. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമുള്ള ഇംപ്ലാന്റ്, മരുന്നുകൾ, ഭക്ഷണം, റൂമിലെ താമസം എല്ലാം തന്നെ പൂർണ്ണമായും സൗജന്യമായാണ് രോഗിക്ക് ലഭ്യമാക്കിയതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുദീപ് അറിയിച്ചു. കേരളത്തിൽ പല സ്ഥലങ്ങളിലും അവർ കയറി ഇറങ്ങിയെങ്കിലും ഈ ശസ്ത്രക്രിയ നടത്തുവാനുള്ള ഭീമമായ ചെലവ് താങ്ങാൻ പറ്റാത്ത അതിദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഒടുവിൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരുകയുണ്ടായി. ഈ ശസ്ത്രക്രിയ ചെയ്യാൻ പുറത്ത് ഉള്ള ആശുപത്രികൾ മടിക്കുന്നതിനുള്ള മറ്റൊരു കാരണം വളരെ സങ്കീർണമായ ഒരു ശസ്ത്രക്രിയ ഇതിന് വേണ്ടിവരും എന്നതുകൊണ്ടുകൂടിയായിരുന്നു. ഇത് ഞങ്ങളുടെ മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗം മേധാവി ഡോക്ടർ സുനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം സങ്കീർണമായ ഈ ശസ്ത്രക്രിയ ഈ ആശുപത്രിയിൽ പൂർത്തീകരിച്ച് ഇന്ന് ഈ സ്ത്രീ ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോവുകയാണ്. ഒരു നയാ പൈസ പോലും ചെലവില്ലാതെ സമ്പൂർണമായും സൗജന്യമായാണ് ഈ ശസ്ത്രക്രിയ ഇവിടെ ചെയ്തിരിക്കുന്നത്. ശസ്ത്രക്രിയ മാത്രമല്ല, ആശുപത്രി വാസത്തിനിടയിൽ രോഗിക്ക് എന്തെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി പോലും ഒരു നയാ പൈസ പോലും ചെലവാക്കേണ്ടി വന്നിട്ടില്ല. എല്ലാം സമ്പൂർണ്ണ സൗജന്യമായിരുന്നു. ഇന്ന് ഇവർ ഇവിടെ നിന്നും സ്വദേശമായ ആറ്റിങ്ങലിലേക്കുള്ള യാത്രയിൽ പാരിപ്പള്ളിയിലേക്ക് സൗജന്യമായി ഒരു ആംബുലൻസിൽ അവിടെ എത്തിക്കാനുള്ള സംവിധാനമടക്കം ഞങ്ങൾ ചെയ്തു. അതിന് സഹായിച്ചത് മെഡിക്കൽ കോളേജിനടുത്തുള്ള സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. അവരുടെ ആംബുലൻസ് സർവീസ് അടക്കം ഫ്രീ ആണ്. അപ്പോൾ ജീവിതത്തിലെ ഗതിമുട്ടി നിൽക്കുന്ന ഒരു സ്ത്രീക്ക് സ്വകാര്യ ആശുപത്രിയിൽ പ്രസ്തുത ശസ്ത്രക്രിയയ്ക്കും മറ്റുമായി ഭീമമായ തുക ചിലവ് വരുമ്പോഴാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ₹1 പോലും ചിലവ് വരാതെ ചികിത്സ ലഭ്യമാക്കിയത്. 3 ആഴ്ചത്തെ ആശുപത്രി വാസത്തിനു ശേഷം രോഗിയെ മെഡിക്കൽ കോളേജ് അധികൃതരുടെ അഭ്യർത്ഥന പ്രകാരം പരിയാരം സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി സൗജന്യമായി ഏർപ്പെടുത്തിയ ആംബുലൻസിൽ സ്വദേശത്തേക്ക് യാത്രയാക്കി. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ്, സൂപ്രണ്ട് ഡോക്ടർ സുദീപ്, ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർമാർ എന്നിവരോടുള്ള സ്നേഹവും കടപ്പാടും രോഗിയുടെയും കുടുംബാംഗങ്ങളുടെയും വാക്കുകളിൽ പ്രകടമായിരുന്നു.